ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടാലും ചെയ്തെടുക്കാം. മിക്സിക്കകത്തിട്ടതിന് ശേഷം ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിതിവിടെ 1/2 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒരു പകുതി ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കിയോടെ ഇട്ട് മൊത്തത്തിൽ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ മിക്സിക്കകത്തിട്ട് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല, നല്ലതുപോലെ തന്നെ കിട്ടും. ഇനി വേണ്ടത് മൈദയാണ്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നല്ലതുപോലെ അരിച്ചെടുത്ത മൈദയാണ്. അപ്പം മൈദ എടുക്കുമ്പോൾ എപ്പോഴും അരിച്ച് തന്നെ എടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദയും ഓയിലും ഇതിലോട്ട് നല്ലതുപോലെ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ ഹാഫ് പാർട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയിട്ട് മൊത്തത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയാണെങ്കിലും മതി. നമ്മൾ ആദ്യമേ പഞ്ചസാര പൊടിക്കുമ്പോൾ തന്നെ ഏലക്കായും അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ മുട്ടയുടെ ഒരു മണമൊക്കെ മാറി കിട്ടും. അതിനുശേഷം ഞാനിവിടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതും അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമ്മളിത് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ഓയിൽ തേച്ച് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ പ്രീഹീറ്റ് ചെയ്തൊരു കുക്കറാണ്. ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്കിതൊരു 45 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് മൂടി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ലിഡ് ഇടാതെ നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത പാനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഈ കുക്കർ എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 45 മിനിറ്റോളം നല്ലതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു സ്മെല്ലൊക്കെ വരും. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 45 മിനിറ്റിന് ശേഷം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോക്കിട്ട് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ ഇതിനകത്തൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. മിക്സിക്കകത്ത് ഓവനോ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.